ഞാൻ അത്യാവശ്യം നല്ലൊരു ഭക്ഷണപ്രിയയാണെന്ന് നിങ്ങൾക്കറിയാലോ. ചെറുപ്പത്തിലെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ആരെങ്കിലും നല്ല രുചിയുള്ള ഭക്ഷണം വെറുതെ നമുക്കിങ്ങനെ തിന്നാൻ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ അഭിപ്രായം പറയാം. ഇപ്പോൾ ഞാൻ ഏകദേശം അങ്ങനെ ഒരു സംഭവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയാൻ പോകുന്നത് നമ്മുടെ സ്മോൾ കുക്കീസിൻ്റെ പുതിയ 2-3 വെറൈറ്റി കുക്കീസാണ്. അപ്പോൾ ആദ്യത്തെ കുക്കി ഞാൻ ഓൾറെഡി കഴിച്ചു, പക്ഷെ നിങ്ങളെ കാണിക്കണ്ടേ. ആദ്യത്തെ കുക്കിയാണ് ബട്ടർ ക്രീം കുക്കീസ്. പേര് പോലെ തന്നെ സ്മോറിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയോ? സ്മോർ മീൻസ് ബട്ടർ. ഓക്കെ, അപ്പോൾ നല്ല സ്മോർ കുക്കീസിൻ്റെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ആ ബട്ടറിൻ്റെ ടേസ്റ്റും ആ ബട്ടറിൻ്റെ സ്മെല്ലുമാണ്. അത് കീപ്പപ്പ് ചെയ്തിട്ട് തന്നെയാണ് ബട്ടർ ക്രീം കുക്കീസ്. എനിക്ക് പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു സംഭവമാണ് ഡാനിഷ് കുക്കീസ്. അന്നത്തെ കാലത്ത് വീട്ടിൽ ഗൾഫുകാരുള്ളവർക്ക് നന്നായിട്ട് അറിയാം, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഡാനിഷ് കുക്കീസിൻ്റെ ആ ബോക്സ് തുറന്ന അതേ ബട്ടറി സ്മെല്ലാണ് ഇത് തുറന്നപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർ ക്രീം കുക്കീസ്. അപ്പോൾ ഞാൻ കഴിച്ച് കാണിക്കാം. ഇതിനകത്ത് വേറെ നട്ട്സ് സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ജസ്റ്റ് കടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, അതിങ്ങനെ അലിഞ്ഞു പൊക്കോളും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ബട്ടർ ക്രീം കുക്കീസ്. അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാഷ്യൂ ഡിലൈറ്റ്. മഞ്ജുളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഈ ബട്ടറും നട്ട്സും വെച്ചിട്ട് ഒരുപാട് കോമ്പിനേഷൻസ് ട്രൈ ഔട്ട് ചെയ്യലാണ്. അതുകൊണ്ട് പുതിയ പുതിയ കുക്കീസ് ആളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് കാഷ്യൂ വെച്ചിട്ട് ആൾ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ കാഷ്യൂൻ്റെ ഒരു പുതിയ സംഭവമാണ് കാഷ്യൂ ഡിലൈറ്റ് കുക്കീസ്. കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുക്കിയാണ്. അപ്പോൾ നമുക്ക് കാഷ്യൂ ഡിലൈറ്റ് കുക്കി കഴിക്കാം. ഇതും മറ്റേ ബട്ടർ ക്രീമിൻ്റെ പോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്രഞ്ചി മെൽറ്റിങ്. പക്ഷേ നമ്മുടെ കാഷ്യൂ നട്ടിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുളയുടെ കാഷ്യൂ കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് കടിക്കുമ്പോൾ അതിനകത്ത് ആ ഒരു കാഷ്യൂൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം അതുപോലെ ഒരു പഞ്ഞം ഇല്ലാണ്ടാണ് ആൾ കാഷ്യൂ ഇതിനകത്ത് ചേർത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് മനസ്സിലാവും. ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വലിയ അറിയപ്പെടുന്ന ബ്രാൻഡ്, അതിൻ്റെ കാഷ്യൂ കുക്കീസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കി കഴിയുമ്പോൾ എത്രയോ 0.something% മാത്രമാണ് കാഷ്യൂ ഉള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ് ആയിരുന്നു. പക്ഷേ മഞ്ജുവിൻ്റെ കാര്യത്തിൽ എനിക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റും. ആൾ എന്ത് കുക്കിയാണോ പറയുന്നത്, വിസ്കി ആയാലും കാഷ്യൂ ആയാലും ആൽമണ്ട് ആയാലും അതിൻ്റെ ഒത്തൻറ്റിക്കായിട്ട് അതിൻ്റെ ആ നട്ട്സ് ചേർന്നുള്ള ടേസ്റ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറോ കളറിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക നട്ടിൻ്റെ ടേസ്റ്റ് വരാൻ വേറെ ഒരു സാധനം ആഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പേഴ്സണലി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ആളുണ്ടാക്കുന്നത് നേരിട്ട് പോയി കണ്ട് തീർച്ചപ്പെടുത്തിയ ഒരു സംഭവമാണ്. അപ്പോൾ കാഷ്യൂ ഡിലൈറ്റ്. പ്രോബ്ലം ഇസ് യു കാൺ സ്റ്റോപ്പ് വിത്ത് വൺ. എനിക്ക് തോന്നുന്ന മാർക്കറ്റിൽ ഒരു ബ്രാൻഡിനും ഇത്രയും വെറൈറ്റി കുക്കീസ് ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഹണി സിനമൺ. ഞാൻ ഇങ്ങനെ കടിച്ചു വെച്ചതാണേ. ഞാൻ പറഞ്ഞില്ലേ, ആളുടെ എന്താണോ ആള് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് ആ ഒരു സംഭവത്തിൻ്റെ ഫ്ലേവറും സ്മെല്ലും എല്ലാം നമുക്ക് ആ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ സിനമൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു എരിവ് പോലത്തെ ഒരു സംഭവമല്ലേ, അത് ശരിക്കും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മഞ്ജുളയുടെ കുക്കീസ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പുതിയതായിട്ട് ഇറങ്ങിയ കാഷ്യൂ ഡിലൈറ്റ് ആൻഡ് ബട്ടർ ക്രീം കുക്കീസ് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.